എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. ഇപ്പോൾ നാട്ടിലെമ്പാടും സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റിന്റെ വിജയം. ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് വിജയിച്ച ഇന്ത്യൻ ടീം, അതിന്റെ പിറകിൽ അധ്വാനിച്ച ഒരു പാസ്റ്ററും ആ പാസ്റ്ററുടെ മകളും ഒരു പ്രധാന വിഷയമായി അവതരിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ വാർത്തകളിൽ കേട്ടു, ഒരു പാസ്റ്റർ അയാൾ കുറച്ച് ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു എന്നും അയാളുടെ മകളെ അയാൾ ക്രിക്കറ്റ് പരിശീലിപ്പിച്ചിരുന്നു എന്നും അയാൾ ഒരു കോച്ചായി മാറിയെന്നും പിൽക്കാലത്ത് പാവപ്പെട്ടവരുടെ ഒരു കോച്ച് എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടു എന്നും ചേരികളിലും അധകൃതരായുമൊക്കെ ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാനും അത് പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിന്റെ കോച്ചിങ് കൊടുക്കുന്ന ഒരാളായി അയാൾ മാറിയെന്നു. അപ്പൊ ഒരു പാസ്റ്റർ പ്ലസ് കോച്ച് അല്ലെങ്കിൽ കോച്ച് പ്ലസ് പാസ്റ്റർ എന്ന് വേണം പറയാൻ. ഏതായാലും മൂപ്പർ ഇങ്ങനെ പഠിപ്പിച്ചു പോകുന്ന ഘട്ടത്തിൽ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായ പീഡയോടുള്ള ബന്ധത്തിൽ ഈ പാസ്റ്ററുടെ മകളെ അവിടുത്തെ ക്രിക്കറ്റ് ക്ലബിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്നും പിന്നീട് ഇന്ത്യ കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് നിർണായകമായി ഇറങ്ങി കളിക്കേണ്ടി വരികയും അത് വിജയത്തിലേക്ക് എത്തിക്കുകയും പിന്നീട് ഓസ്ട്രേലിയ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ കപ്പ് നേടി എന്നുള്ളതുമാണ് വാർത്ത. ആ കുട്ടി യേശുവാണ് എന്നെ വിജയത്തിലേക്ക് നടത്തിയത് എന്ന് പറഞ്ഞത് ആകെ പ്രതിസന്ധിയായിരിക്കുന്നു. എന്തുകൊണ്ട് ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് സംസാര വിഷയം. യേശുവിനെ കുറിച്ച് പറഞ്ഞത് പ്രയാസമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതൊന്നുമല്ല എന്റെ പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ഈ കുട്ടിയെക്കുറിച്ചൊരു പ്രവചനം ഒരു പാസ്റ്റർ പറഞ്ഞിരിക്കുന്നു, ഇവൾക്ക് ഇങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്ന്. ആ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമാണ് നടന്നതെന്നും വിവക്ഷയുണ്ട്. എന്റെ ചോദ്യം, യേശുക്രിസ്തുവിന്റെ പണി ഇതൊക്കെയാണോ? ഇതിനൊക്കെയാണോ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? ദൈവമായിരുന്ന ക്രിസ്തു മനുഷ്യവേഷത്തിലായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഉദ്ദേശം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നോ എന്ന വസ്തുത ക്രൈസ്തവരെങ്കിലും ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കത്തോലിക്ക പുരോഹിതന്മാർ ഇത് യേശുവിന്റെ വിജയമായിട്ടൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടെന്ന് പറയാം. പെന്തക്കോസ്തുകാർ, വചനം കുറച്ചറിയുന്നവർ എന്തടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തുവാണ് ഈ അത്ഭുതത്തിന്റെ പുറകിലെന്ന് പറയുന്നതിന്റെ കാരണം? ആരാണ്ട് ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, ശബ്ദമലിനീകരണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് പ്രതിസന്ധി ഉണ്ടാക്കി ആരാധന നടത്താൻ സമ്മതിക്കാതിരിക്കുകയും ആ പെൺകുട്ടിയെ ക്രിക്കറ്റ് ക്ലബിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്ത അവിടുത്തെ ലോക്കൽ ഇടപാടുകൾക്ക് എതിരെ ഉണ്ടായ ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് വാസ്തവത്തിൽ ശരിയാണ് തോന്നിയത്. ക്രൈസ്തവർക്ക് ലോകമെമ്പാടും പീഡ എന്നുള്ളത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതും ഇതുമായിട്ടൊരു ബന്ധമില്ല. പീഡിപ്പിച്ചതിന്റെ ഉത്തരമായിട്ടാണ് ദൈവം ആ കുട്ടിയെ മാനിച്ചതെന്ന് പറയുന്നവരൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇതൊന്നുമല്ല മാന്യത. മാന്യത എന്ന് പറയുന്നത് നമ്മെ സ്വർഗരാജ്യത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ്. ഇവിടെ ക്രിക്കറ്റ് ടീമിൽ കയറാൻ കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ ക്രൈസ്തവരുണ്ട്. ഇനി ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് വന്നവർ ക്രൈസ്തവരല്ലേ? അപ്പൊ അവരെ തോൽപ്പിച്ചിട്ട് ഇന്ത്യയിലെ ഈ കുട്ടിയെ ജയിപ്പിക്കാൻ കർത്താവിന് എന്താണ് പ്രത്യേകിച്ച് ഉദ്ദേശമുള്ളത്? ലോകത്തെമ്പാടും ക്രിക്കറ്റ് ടീമിൽ ഇതുപോലെ പെൺകുട്ടികളില്ലേ? പീഡ അനുഭവിക്കുന്നവരില്ലേ? പുറത്തായി പോയവരില്ലേ? ഇന്നും ക്രിക്കറ്റ് ടീമിൽ ഉൾപ്പെടാൻ സ്വപ്നം കണ്ടിരിക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ചാൻസ് ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ടല്ലോ. അപ്പോ നമ്മൾ ഈ പറയുന്ന കഥയ്ക്ക് എന്താണ് കാമ്പുള്ളത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്, ക്രിസ്തുവിനെ നിങ്ങൾ ഇങ്ങനെ ഇകഴ്ത്തി കെട്ടുമ്പോൾ ക്രിസ്തുവിന്റെ മാന്യത കുറയുകയാണ്. സ്വർഗത്തിൽ നിന്ന് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസനായി ഭൂമിയിലേക്ക് ക്രിസ്തു വന്ന് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടതിന്റെ ഉദ്ദേശം ആരെങ്കിലും ക്രിക്കറ്റ് ജയിപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല. മാനവകുലത്തെ മുഴുവൻ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുക, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുക, സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ്
പരമപ്രധാനമായ കാര്യം. ആ കുട്ടി ജയിച്ചത് നല്ല കാര്യം, യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, അവൾ ദൈവമകളായി ജീവിക്കുന്നെങ്കിൽ നല്ല കാര്യം. പിന്നെ ഇവരവിടെ മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞുണ്ടാക്കിയ ഇഷ്യൂസിനെ ഇതുമായി ചേർക്കണ്ട. മതപരിവർത്തനം നടത്തി എന്ന് നാട്ടുകാർ ക്രൈസ്തവർക്കെതിരെ ആരോപിക്കുന്ന ഒരു പ്രശ്നം യഥാർത്ഥത്തിലുള്ള പ്രശ്നം തന്നെയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കൃത്യമായി ആരെ കണ്ടാലും ആ രക്ഷയുടെ കാര്യം പറയും. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. യേശുവിനെ പ്രസന്റ് ചെയ്യും. യേശു ക്രിസ്തു ക്രിക്കറ്റിൽ ജയിപ്പിക്കുമെന്നല്ല, യേശു പാപത്തിന് മോചനം തരുമെന്നും യേശു സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുമെന്നും യേശു ക്രിസ്തു നമുക്കായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന്റെ കൃത്യമായ കാരണങ്ങളെക്കുറിച്ച് പറയുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ നിശ്ചയമായും ചെയ്യും, ചെയ്തേ തീരൂ. അത് കേട്ടിട്ട് ആൾക്കാർ മനസ്സു മാറുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ ഒരു വാർത്ത കിടക്കുന്നുണ്ടു. കത്തോലിക്കര് മതപരിവർത്തനം നടത്തുന്നില്ല, കത്തോലിക്കര് സുവിശേഷം അറിയിക്കുന്നില്ല, കത്തോലിക്കര് വചനം എന്തെന്ന് പോലും അവർക്കറിയത്തില്ല. അപ്പൊ എന്തിനാണ് കത്തോലിക്കര് മതപരിവർത്തനം നടത്തുന്നില്ല എന്നുള്ളതൊരു വലിയ സംഭവമായിട്ട് എടുക്കേണ്ട കാര്യം? അവരെ മതപരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല, അവർക്കേ മനപരിവർത്തനം ഉണ്ടായിട്ടില്ല, അവരെ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് മറ്റൊരാളെ മാനസാന്തരപ്പെടുത്താൻ കഴിയുക? കഴിഞ്ഞ ദിവസം കാപ്പിപ്പൊടി അച്ഛൻ പറയുന്ന ഒരു വാക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. മതം നിർബന്ധമാണോ? അപ്പൊ അയാൾ പറയാണ് വേണമെന്നുള്ളവർക്ക് വേണം, വേണ്ടാത്തവർക്ക് വേണ്ട. നല്ല കാര്യമാണ്. അപ്പൊ അയാളൊരു മതത്തിന്റെ ആളാണ്, അയാൾക്ക് ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ക്രിസ്തു എന്നുള്ളത് മതത്തിന് പുറത്തുള്ളയാളാണ്. ക്രിസ്തു മതം എന്ന് പറയുന്നത് ഒരു വ്യാജമതം തന്നെയാണ്. ക്രിസ്തു മാർഗത്തിലാണ് നമ്മൾ ചെല്ലേണ്ടത്. ക്രിസ്തു നമുക്ക് പിന്തുടരാൻ ഒരു മതമല്ല വെച്ചിരിക്കുന്നത്, ഒരു മാർഗം വച്ചേച്ച് പോയിരിക്കുന്നു. ക്രിസ്തു കാണിച്ചു തന്ന മാർഗത്തിലൂടെ യാത്ര ചെയ്ത് ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് നിത്യരാജ്യത്തിലെത്താൻ കഴിയൂ. അപ്പൊ മാർഗം വേറെ, മതം വേറെ. ഇത് നമ്മൾ സത്യമായും തിരിച്ചറിയണം. അപ്പൊ ഇവിടെ പാസ്റ്ററുടെ ക്രിക്കറ്റ് കോച്ചിങ് ഒക്കെ കൊള്ളാം, അയാളുടെ മകൾ ജയിച്ചു എന്നതും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഒരു പെന്തക്കോസ്തുകാരി ജയിച്ചു എന്നതിനേക്കാൾ ഒരു ഇന്ത്യക്കാരി ജയിച്ചു എന്ന് പറയുന്നതിലാണ് എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്നത്. കാരണം അതാണ് അതിന്റെ പ്രാധാന്യം. പിന്നെ ജയ് ശ്രീറാം വിളിച്ചില്ല എന്നൊരാൾ പറയുന്നത് അത് അയാളുടെ മാനസിക അവസ്ഥയാണ്, അതിന് നമുക്കൊന്നും പറയാനില്ല. അവരവർ വിശ്വസിക്കുന്ന കർത്താവിനോട്, ദൈവത്തോട് അവർക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ ഈ ദൈവമാണ് എന്നെ ജയിപ്പിച്ചതെന്ന് പറയുന്നതൊന്നും വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ പ്രശ്നമാണ്, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ പ്രശ്നമാണ്. അടുത്തൊരു പ്രശ്നം, മറ്റു ദൈവങ്ങളെ കുറിച്ച് എനിക്ക് വലുതായി അറിയില്ല, ക്രിസ്തുവിനെ കുറിച്ച്. ക്രിസ്തുവിന് ക്രിക്കറ്റ് കളി ജയിപ്പിലാണ് ജോലി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് നമുക്ക് ബിബ്ലിക്കലി യാതൊരു സപ്പോർട്ടുമില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മഹത്വം താഴ്ത്തിക്കെട്ടുമാറ് കർത്താവ് ക്രിക്കറ്റ് കളി ജയിപ്പിക്കുന്ന ആളാണ് എന്നും ഇന്ത്യൻ സ്ത്രീകളുടെ ക്രിക്കറ്റ് ടീമിനെ ജയിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നും ആരെങ്കിലും പറഞ്ഞാൽ ദയവായി അത് മറ്റൊരു ക്രിസ്തുവാണ്, വചനത്തിലെ ക്രിസ്തുവല്ല. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അല്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനാണുള്ളത്. ഇനി അവിടെ ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. പാസ്റ്ററുടെ ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട്. ശബ്ദത്തിന്റെ പ്രശ്നം ക്രിസ്ത്യാനികൾ ഉണ്ടാക്കാൻ പാടില്ല. ക്രൈസ്തവരുടെ ഹാളുകൾ ശീതീകരിച്ചതാകണം, സൗണ്ട് പ്രൂഫ് ആകണം, ശബ്ദം പുറത്തു പോകാൻ പാടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, മറ്റുള്ളവർക്കൊക്കെ വീട്ടിൽ വെറുതെ കിടക്കാനുള്ള സൗകര്യം വേണം. ഞായറാഴ്ച നമ്മൾ ആരാധിക്കുന്നത് നമുക്ക് സന്തോഷമാണ്, പക്ഷേ മറ്റുള്ളവരെ ശല്യം ചെയ്യരുത്. നമ്മൾ അകത്ത് ആവശ്യത്തിന് ശബ്ദമൊക്കെ വെച്ച് ആ ശബ്ദം ലീക്ക് ആവാതെയുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്ത് ആ ഹോളിനകത്ത് നമുക്ക് നന്നായി ഒച്ച വെക്കാം. പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക്, ആ ഹോളിനോട് ചേർന്നുള്ള വീട്ടുകാരുണ്ടാവാം, അവർക്ക് ഞായറാഴ്ച മാത്രമാണ് റെസ്റ്റ് ഉള്ളത്, അവരെ നമ്മൾ ഉപദ്രവിക്കരുത്. ഞാൻ കർത്താവിനെ സേവിക്കുന്നു, നിനക്ക് കാണിച്ചു തരാം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്റെ ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. പ്ലീസ്, അങ്ങനെയുള്ള ചിന്തഗതികൾ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ ദൈവം അങ്ങനെ ഒരു ഗുണ്ടാപ്പണിക്ക് ഇറങ്ങുന്ന ആളല്ല. ഇവിടത്തേക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ കർത്താവ് 1.5 കിലോ തലച്ചോറ് തന്നിരിക്കുന്നത്. ഇതിലൊരു 50 ഗ്രാമെങ്കിലും ഉപയോഗിക്കണം. ഉപയോഗിച്ച് നമ്മൾ കർത്താവിനെ സേവിക്കണം.
നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തെ ആരാധിക്കണം. ഇസ്ലാമികൾ 4 ഹോൺ വെച്ച് 5 നേരമാണ് വിളിക്കുന്നതെങ്കിലും നമുക്ക് എന്തൊരു അരോചകമാണ്. ഹൈന്ദവരൊക്കെ ചില ഉത്സവങ്ങളൊക്കെ വെച്ച് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് എന്തുമാത്രം കോലാഹലങ്ങളാണ്. ഇവകൾ നമുക്ക് അരോചകമാണ്. കൺവെൻഷൻ എന്ന പേരിൽ കാണിക്കുന്ന ശബ്ദവും ബഹളങ്ങളും വാസ്തവത്തിൽ അരോചകം തന്നെയാണ്. വാസ്തവത്തിൽ ജനങ്ങൾക്ക് അരോചകം ഉണ്ടാക്കിക്കൊണ്ടല്ല ഗോസ്പലൈസേഷൻ നടക്കേണ്ടത്. ശാന്തമായി ആ ഗോസ്പൽ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. ജീവിതത്തിൽ വരെ പരിചയപ്പെടുത്താൻ കഴിയണം, വാക്കുകളിലൂടെ പരിചയപ്പെടുത്താൻ കഴിയണം. അല്ലാതെ ശബ്ദകോലാഹലങ്ങളിലൂടെ ആൾക്കാരെ ഉപദ്രവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ക്രിസ്ത്യാനിക്ക് പീഡ എല്ലാ കാലത്തുമുണ്ട്, ഉപദ്രവങ്ങൾ എല്ലാ കാലത്തുമുണ്ട്, ഒറ്റപ്പെടൽ എല്ലാ കാലത്തുമുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ ക്രൈസ്തവരെ ഒക്കെ എല്ലായിടത്തു നിന്നും അവർ മാറ്റി നിർത്തിയിരുന്നു. ദൈവമക്കളായി തിരിച്ചറിഞ്ഞ എല്ലാവരെയും അവർ മാറ്റി നിർത്തിയിരുന്നു. ആ മാറ്റി നിർത്തൽ പരിപാടിക്കൊക്കെ മാറ്റം വന്നത് റോമിൽ കുസ്തന്തിനോസിന്റെ മതപരിവർത്തനത്തോടു കൂടിയാണ്. അതോടുകൂടിയാണ് ക്രിസ്തു മാർഗം ഒരു മതമായി അധപ്പതിക്കപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്തത്. അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കൾ തിരിച്ചറിയണം, നമ്മുടെ കർത്താവിന്റെ പണി ക്രിക്കറ്റ് ജയിപ്പിക്കലും അതുവഴി മൈലേജ് കൂട്ടലും ഒന്നുമല്ല. ക്രിസ്തു വന്നത് പാപികളെ രക്ഷിക്കാനാണ്. ആ വസ്തുത നമ്മൾ ആരും മറന്നു പോകരുത്. അതിൽ നിന്ന് ആരും പിന്നാക്കം പോകരുത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ക്രിസ്തുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ ആരും ശ്രമിക്കരുത്. കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്ത വിലയുടെ മഹത്വം അറിയണം. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത, നമ്മെ കർത്താവ് സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും വീതിയും നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ ക്രിക്കറ്റ് കളി ജയിപ്പിക്കുന്ന കർത്താവാക്കി കർത്താവിനെ താഴ്ത്തിക്കെട്ടരുത്. അതിനു പറ്റിയ ദേവന്മാർ ഒരുപാട് ഭാരതത്തിലുണ്ട്. പക്ഷെ ക്രിസ്തു അമ്മാതിരി ഒരാളല്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.